ഹലോ ഗൈസ്, കുറേ ആയാലും കണ്ടിട്ട്. അപ്പോൾ എനിക്ക് ക്രിസ്മസ് എക്സാമൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ മാത്സ് എക്സാം ആയിരുന്നു. അന്ന് എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു കുറച്ച് നേരം. പഠിച്ചതിന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമൊക്കെ അയൺ ചെയ്തെടുത്തു. ഞങ്ങൾക്ക് 1:30ക്കാണ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ടൈം ഉണ്ടാവും. അങ്ങനെ അയണൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വെച്ചു കുളിച്ച് ഫ്രഷായി സെറ്റായിട്ട് വരാമെന്ന്. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് കുളിച്ച് സെറ്റായിട്ടുണ്ട്. അങ്ങനെ വാച്ചും ഐ ഡി കാർഡൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പഴം നെയ്യിൽ ഇട്ട് മുട്ടയിട്ട് വാട്ടിയേക്കാം കേട്ടോ. അപ്പോൾ അതാണ് കഴിക്കുന്നത്. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സും കണ്ടുകൊണ്ട് പഠിക്കുകയാണ്. അങ്ങനെ മാത്സ് ആണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കുറേ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ എക്സാം ആയതുകൊണ്ട് പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ ആദ്യം എടുത്തതായിരുന്നു, പക്ഷേ ലെങ്ത്ത് ഉണ്ടായില്ല. ഇതിപ്പോൾ വലിയ ലെങ്ത്ത് ഉണ്ടെന്നല്ല, എക്സാം ആകുമ്പോൾ പിന്നെ അധികം കാണിക്കാനൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് സ്കൂളിലുള്ള ദിവസങ്ങളിൽ തീരെ കാണിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക, വെക്കേഷനിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാഗിലോട്ട് ബുക്സ് എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ട് സ്കൂളിലോട്ട് പോവാണ്. ബായ്. ഇനി വൈകുന്നേരം ഈവനിങ്, ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഒരു 4 മണി 4:30 ആകുമ്പോൾ ഞാൻ വീടെത്തും. എന്നിട്ട് ഞാൻ വന്നതിന് ശേഷം കുറച്ച് നേരം ഇരുന്നു. ഇനി അടുത്ത എക്സാം വ്യാഴാഴ്ചയാണ്. അപ്പോൾ കുറച്ച് മടി പിടിച്ചിരുന്നു. നല്ല ടയേർഡായിരുന്നു, കാരണം അടുപ്പിച്ച് 4 എക്സാം ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഫുഡ് കഴിച്ചു. അതിന് ശേഷം കുറച്ച് നേരം ക്ലാസ് കണ്ടു. പക്ഷേ ടയേർഡായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എടുത്ത് വെക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചു. അപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് വീഡിയോക്ക് തീരെ ലെങ്ത്തില്ല. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരാം. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം. ആ ഡേ ഇൻ മൈ ലൈഫും കൂടി കണ്ടോളൂ. ബയോളജി എക്സാമാണ് ഞങ്ങൾക്ക് സെയിം ടൈമൊക്കെ തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ തേച്ചു. അതിന് ശേഷം ഞാൻ കുറച്ചുകൂടി എനിക്ക് വായിച്ചു നോക്കാനൊക്കെ ഉണ്ടായി. അപ്പം അത് ഒക്കെ വായിച്ചു നോക്കി. ഇന്നും ഒരു ഫ്രൈഡേ ആണ്. അങ്ങനെ അതൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ കുളിച്ച് ഫ്രഷായി യൂണിഫോമൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലത്തെ ഫുഡും കഴിച്ചുകൊണ്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാഗിലോട്ട് ബുക്സൊക്കെ എടുത്തു വെച്ചു. ഞാൻ മമ്മിയുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്നാണ് ഞാൻ സ്കൂളിലോട്ട് പോണത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പം അപ്പം ബായ്. അങ്ങനെ വന്നു ഞാൻ കുളിച്ച് വന്നവിടെ കുളിച്ചൊക്കെ സെറ്റായി. എന്നിട്ട് അതിന് ശേഷം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി വിളിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഡിസ്കസ് ചെയ്യും. പിന്നെ കുറേ നേരം കഥയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് റിയാലിറ്റി. പിന്നെ അതിന് ശേഷം രാത്രിയായി. വേറെ ഒന്നും കാണിക്കാനൊന്നും ഉണ്ടായില്ല. കിടന്നുറങ്ങി. ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ ഫ്രണ്ട്സായി പുറത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.